ഏതായാലും നിങ്ങളുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലോ. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ചാൻ പാടിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംഭവം ബഹുലമായിരുന്നു ഇന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലി. വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഭരണപക്ഷത്തിൽ നിന്ന് വേണ്ട രീതിയിലൊരു പരിഗണന ആ പ്രതിഷേധത്തിന് നൽകിയില്ല. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകി. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ല എന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി. സഭയിൽ ചർച്ച നടക്കേണ്ട വിഷയമാണ് നോട്ടീസിലുള്ളതെന്നും ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം സർക്കാർ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് വലിയ രീതിയിൽ ബഹളത്തിലേക്ക് ഇത് നയിച്ചു. എക്സൈസ് മന്ത്രിയോടാണ് ചോദ്യമെന്നും അതിലെന്താണ് തെറ്റെന്നും KN ബാലഗോപാലിന്റെ ചോദ്യം. അഴിമതിയാണ് നടക്കുന്നതെന്നും എന്തിനാണ് ഭയക്കുന്നതെന്നും KN ബാലഗോപാൽ. വിഷയം സബ്മിഷനായി ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. പക്ഷേ പ്രതിഷേധം നിർത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല. സ്പീക്കറുടെ ഡയസിന് താഴെ വരെ പ്രതിഷേധമെത്തി. ചുറ്റും നിന്ന് പ്രതിഷേധ വാചകങ്ങൾ ഉയർത്തുകയും ചെയ്തു, മുദ്രാവാക്യങ്ങൾ വിളിച്ചു. പക്ഷേ സ്പീക്കർ അത് ഗൗനിച്ചില്ല. മാത്രമല്ല, സംസാരിക്കാൻ എഴുന്നേറ്റ MLAയും അത് ഗൗനിച്ചില്ല. സംസാരം തുടർന്നു. എന്ത് പ്രതിഷേധമുണ്ടായാലും വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കില്ല എന്ന് സ്പീക്കറുടെ താക്കീത്. മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സഭയിൽ നിന്ന് പിന്നാലെ ഇറങ്ങിപ്പോയി. വിഷയം സബ്മിഷനായി ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിഷേധം നിർത്താൻ പ്രതിപക്ഷം തയ്യാറാകാതിരിക്കുകയായിരുന്നു. എന്തായാലും പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഏതായാലും നിങ്ങളുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലോ. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ചാൻ പാടിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണ്. നിങ്ങൾ ജനങ്ങളെ പൂർണ്ണമായി വിശ്വാസത്തോടു കൂടി ജയിച്ചു വന്ന ആളുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് യോജിച്ച് നിൽക്കുക, സഹകരിച്ചു പോവുക. പ്ലീസ് പ്ലീസ് സഹകരിക്കൂ പ്ലീസ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് നൽകി സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരമൊരുക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആരോപണം. നികുതി കുറച്ചത് ബക്കാഡിക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പിന്നാലെ സ്പീക്കർ ഇടപെടുകയുണ്ടായി. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. വിശദമായി നോക്കാം ആ റിപ്പോർട്ട് കൂടി. സർ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ബജറ്റിന്റെ ഷെഡ്യൂൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഫിനാൻസ് ബില്ലുണ്ടായിരുന്നില്ല. അത് കാണിക്കുന്നത് പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ്. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശത്തെക്കുറിച്ച് യാതൊരു ആലോചനയും ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാൻ പറ്റുന്ന അവസരം മെല്ലെ ഇതിൽ തിരികിയിരിക്കുകയാണ്. ഇത് ഗൗരവമായ വിഷയമാണ്. സർ, നാം കാണേണ്ടത് 251% നിലവിലുള്ള നികുതി, അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം?
സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ഇവിടെയാണ് പ്രശ്നം സർ, ഇവിടെയാണ് പ്രശ്നം. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർ നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബക്കാർഡി സർ 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 അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അങ്ങേ പോലെ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്യുന്നതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അടിയന്തര പ്രമേയത്തിലുള്ള സാധ്യത ഒഴിവാക്കി അതിനകത്തെ കണ്ടൻസിലോട്ട് പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങക്ക് വാക്കൗട്ട് ഉണ്ടെങ്കിൽ അങ്ങക്ക് ആ കാര്യം ഒരു വിവരം പറഞ്ഞ് വാക്കൗട്ട് നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടോ? സർ, ഞാനൊരു കാര്യം പറയാ. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അങ്ങേപ്പോലുള്ള ഒരു നീതിമാൻ ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു കാര്യം സംഭവിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയിൽ നിന്ന് ഞാൻ നീതി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സർ, നമ്മുടെ നാട്ടില് സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സാർവത്രികമാക്കാനാണ് പോകുന്നത്. ഇതാണ് ഗൗരവമായ തരത്തിലും ഇത് അനുവദിക്കാൻ പറ്റില്ല. നമ്മുടെ നാടിന് വലിയ ഗുരുതരമായ പ്രത്യാഘാതം അതാണ് സംഭവിക്കുന്നതെന്ന് നാം കാണണം. ഇന്നും നാളെയുള്ള ചർച്ചകളിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഏതായാലും ഇത് കൺക്ലൂഡ് ചെയ്യും. അങ്ങയുടെ റൂളിംഗ് ആണെങ്കിലും ഇതിന്റെ പിന്നിലുള്ള താല്പര്യം നമുക്ക് ഗവൺമെന്റിന്റെ നിലപാടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് അങ്ങ് കഠിനമായി നിൽക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ല, ഞാൻ നിയമവും ചട്ടവും കീഴ്വഴക്കങ്ങളും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ലഹരിയെ കുറിച്ച് ബഹുമാനായ ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ലഹരിയുടെ ആപത്തിനെ കുറിച്ച് ആ ലഹരിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് ഇത് വരുന്നത്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സഹകരിക്കാൻ സാധാരണഗതിയിൽ പ്രയാസമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദയവായിട്ട് ചെയറുമായിട്ട് സഹകരിക്കും പ്ലീസ്.